ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്കൊക്കെ അറിയണമല്ലോ, നിങ്ങളൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് വർക്ക് സൈറ്റിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നത്. അപ്പം ചെയ്തത് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടു. ഹായ്, ടെക്കാൻഡഗ്രിറ്റിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മെഷീൻ എനിക്കൊരു പണി തന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ കംപ്ലയിൻറ്റുകൾ സാധാരണഗതിയിൽ ഞാൻ ചെയ്ത് എങ്ങനെയൊക്കെയാണത് റിപ്പയർ ചെയ്ത് ഒരു ചെറിയ രീതിയിൽ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇന്ന് പണി മുടങ്ങിയ ദിവസമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ പതിവ് പോലെ ഞാൻ സാധാരണ ചെയ്ത് നോക്കുന്ന ഒരു വർക്കുണ്ട്. ഇന്നലെ അത് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചതാണ്. പക്ഷേ അത് എന്താണ് ഇന്ന് രാവിലെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കുറേ ഞാൻ സ്റ്റാർട്ടാക്കി നോക്കി. എന്താ പെട്രോൾ കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓവർഫ്ലോ പൈപ്പ് അഴിച്ചു മാറ്റിയിട്ട് അടിച്ചു നോക്കി. കറക്റ്റായിട്ട് പെട്രോൾ വരുന്നുണ്ട്. പക്ഷെ പിന്നെ എന്താണ് പ്രശ്നം എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇന്ന് ഒരുപാട് അടിച്ചു നോക്കി, ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷേ സ്റ്റാർട്ടാവില്ല. കുറേ ഞാൻ പമ്പ് ചെയ്ത സമയത്ത് പിന്നെ അത് നമ്മൾ എന്താ ഈ പൈപ്പിന് ചെറിയൊരു വിള്ളലുണ്ട്. കൂടുതൽ വർക്കിലേക്കൊന്നും നമ്മൾ പോകുന്നതിന് മുമ്പ് ആദ്യം ഈ ചെറിയൊരു പൊട്ടുള്ള ഭാഗമുണ്ട്. ഈ പൊട്ടുള്ള ഭാഗം വീട്ടിലുള്ള കറിക്കത്തി വെച്ച് കട്ട് ചെയ്യണം. ഉണ്ടോ, ഇവിടെ ചെറിയൊരു വിള്ളലുണ്ട്. അതാവും കാരണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചെറിയൊരു കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ എല്ലാവരുടെ മെഷീനും സംഭവിക്കും ഇതേപോലെ ഒന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ കാണൂല എന്നുള്ളതാണ് വാസ്തവം. അതിൽ ലീക്കോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ എയർ കയറിയിട്ട് നമ്മൾ ഈ പ്ലഗിൽ പമ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എണ്ണ വലിച്ച് കയറൂല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ലീക്ക് അടിച്ച് വരുന്നു നമ്മൾ കാണില്ല. സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടാവും. അപ്പം അത് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പിടിച്ചത്. എന്നിട്ട് ശരിക്കും നല്ലപോലെ പമ്പ് ചെയ്യുക. ഇതാണ് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടാവേണ്ടതാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ചെറിയ വീഡിയോ ആണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതായതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോ പിടിച്ചത്. പക്ഷെ അതല്ല, നമ്മൾ ഇത് ചെയ്തിട്ട് സ്റ്റാർട്ടായിട്ടില്ല. ഇനി രണ്ടാമത് സാധാരണ പതിവ് പോലെ ചെയ്ത് നോക്കണ ഒരു വർക്കുണ്ട്. പ്ലഗ് അഴിച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് തൂത്തിയെടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. ഇന്നലെ വർക്ക് കഴിഞ്ഞ് കൊണ്ടുവച്ച സാധനമാണ്. ആദ്യം ഞാൻ നിങ്ങളോട് പറയണ പോലെ ഒരു തുണി വെച്ചിട്ട് എൻ്റെ പിസ്റ്റൻ്റെ മുകളിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. റിക്കോയില് വലിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് പൊങ്ങി വരും. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊന്ന് ക്ലീൻ ചെയ്തതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അഴിച്ചിട്ടാണ് മുഴുവനായിട്ട് ചെയ്തത്. പക്ഷേ എല്ലാം കരിയുണ്ട്. 2 സ്റ്റോക്കിൻ്റെ പ്രശ്നം എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് കരി അടയും. പ്രത്യേകിച്ച് 40 മില്ലി കറക്റ്റായിട്ട് ഓയിൽ ഒഴിക്കുന്ന മെഷീനിൽ അത് പ്രത്യേകിച്ച് ഉണ്ടാവും. അതൊന്നും നോക്കാം. ഒട്ടുമിക്കവാളും 40 മില്ലി തന്നെ ആവും ഒഴിക്കണത്. ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടാവലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ആളുകളൊക്കെ പറഞ്ഞു ഇങ്ങനെ തുടച്ചിട്ട് ക്ലിയർ ആയത് പറയാറുണ്ട്. ഞാൻ ഈ കേസിൻ്റെ സ്ക്രൂ അയച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പെട്രോൾ എടുത്തിട്ടേ
ഈ പ്ലഗും കൂടി ഒന്ന് പ്ലഗിൽ പേപ്പർ ഇട്ട് ശരിക്കും ക്ലിയർ ചെയ്യണം. ഇതിനിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് പേപ്പറൊന്നും ഇടുന്നില്ല. ചെറിയൊരു അലൈൻമെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ അതിനും വലിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് പേപ്പറൊന്നും ഇടുന്നില്ല. ഫിറ്റ് ചെയ്യാം. നമ്മളത് തോർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അതിനുള്ളിൽ പൊടി പോരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അതിനുള്ളിൽ പൊടി പുറത്തേക്ക് തെറിച്ച് വരും. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ടൈറ്റൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ചെയ്തിട്ടും സ്റ്റാർട്ടാവണില്ല. ഇത്രയൊന്നും വലിക്കാനുള്ള ഇങ്ങനെയൊന്നും വലിക്കേണ്ട ഒരു അവസരം ഉണ്ടാവാറില്ല. അതിൽ പെട്ടെന്ന് സ്റ്റാർട്ടാവുന്ന മെഷീനാണ്. പക്ഷേ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ തൂക്കിലിട്ടിട്ട് ഇല്ല. പെട്രോൾ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് ഇതിൻ്റെ ഇഗ്നീഷ്യൻ കോയിലിൻ്റെ ഭാഗത്ത് പൊടി കയറിയിട്ട് സ്പാർക്ക് ഇല്ലാത്തൊരു സംഭവം വന്നിട്ടും സ്റ്റാർട്ടാവാതെ കംപ്ലൈൻ്റ് ആവലുണ്ട്. അപ്പോൾ അതും നോക്കാം നമുക്ക്. അതിന് ഇവിടെ ബാക്കിലൊരു സ്ക്രൂ കൂടി അഴിക്കാനുള്ളൂ. കറണ്ട് എത്ര ഉണ്ടോ എന്നുള്ളതാണ് ശരിക്കും നോക്കേണ്ടത്. അപ്പം പ്ലഗ് ഒന്ന് അഴിച്ചിട്ടൊന്ന് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ഇത് ഇവിടെ നോക്കട്ടോ, സ്പാർക്ക് വരുന്നുണ്ടോ. സ്പാർക്കില്ലേ? സ്പാർക്ക് കാണുന്നില്ല. നമുക്കിവിടെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ചെറിയ പിന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഭാഗത്താണ് ഉണ്ടാവുക. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇരുമ്പ് കഷ്ണോ അങ്ങനെയുള്ള മെറ്റൽ വെച്ചിട്ട് അതിന് ചുറ്റുപാടൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഒരു പക്ഷേ ഇതും ആവാം അതിൻ്റെ കാരണം. നമ്മൾ നേരെ പിസ്റ്റൺ റിങ്സ് മാറ്റാനും പിസ്റ്റൺ മാറ്റാനും പ്ലഗ് മാറ്റാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അതായത് സ്റ്റാർട്ടാകുന്നതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെറിയ രീതിയിൽ നോക്കിയതിന് ശേഷം മതി ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടാവണില്ല അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതിലൊക്കെ ഉള്ള പൊടി അതിനൊരു കാരണമാണ്. പിന്നെ നമുക്ക് ഈ പ്ലേ വീലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം. എന്നാൽ ഇഗ്നിഷൻ കോയിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്ന ഭാഗത്തായിട്ട് ചെറിയ തോതിലൊക്കെ ഒരു ചളി ഗ്രീസ് പോലെയൊക്കെ അടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതൊക്കെ ആവും ഒരു പക്ഷേ കാരണം, അതൊക്കെ ആവും. അതല്ലെങ്കിൽ നമുക്ക് വേറെ റിപ്പയറിങ്ങിലേക്ക് മാറേണ്ടി വരും. ഇതിലിങ്ങനെ ഒരു എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും സ്പാർക്ക് കറക്റ്റായി കിട്ടില്ല. ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്, ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗം ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ശരിയാക്കി നോക്കാം. ഇവിടെ കണ്ടോ കുറേ കറുത്ത എന്തൊക്കെയോ ഉണ്ട്, അത് പൊടിയാവാനാണ് സാധ്യത. പൊടി ഉള്ളിലേക്ക് കയറിയിട്ട് ഇതുകൊണ്ട് ശരിയായാൽ വലിയൊരു പ്രശ്നം തീരും. അല്ലെങ്കിൽ കൂടുതൽ വർക്കിലേക്ക് പോകേണ്ടി വരും. സാധ്യതയല്ല, ഒരു പക്ഷേ തന്നെ ആവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തുടച്ചിട്ടുണ്ട്. തുടച്ചതിന് ശേഷം നമ്മൾ ഈ ഇഗ്നിഷൻ കോയിലും ഉള്ള തുരുമ്പുകളും അത് മറ്റൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഫിറ്റ് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നം, ഇതാണോ അല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ കോയിൽ ഫിറ്റ് ചെയ്യാനുള്ള വലിയ പാളിച്ചകൾ പറ്റാതെ ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ ഇതിൻ്റെ മുൻപ് എക്സ്റേ വെച്ചിട്ട് ചെയ്യുന്നത് കാട്ടി തന്നിരുന്നു. എക്സ്റേ ഇവിടെ കാണാനില്ല. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഒരു വിസിറ്റിംഗ് കാർഡ് ഇതിനുള്ളിൽ വെച്ചാൽ അതിൻ്റെ കറക്റ്റാണ്, ആ കനം കറക്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് നിർത്താം. എന്നിട്ട് സ്ക്രൂ ചെയ്യാം. രണ്ട് ഭാഗവും ഒരേപോലെ സ്ക്രൂ ചെയ്യണം. അപ്പം കുറച്ച് രണ്ട് ഭാഗത്തും അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. കാർഡ് പതുക്കെ വലിച്ചൂരിയെടുക്കുക, ഫിറ്റ് ടൈറ്റാക്കിയതിന് ശേഷം. പ്രശ്നമൊന്നുമില്ലാന്ന് ഒന്ന് പ്ലൈവിൽ തിരിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ടൈറ്റ് ചെയ്യുക. നമുക്ക് സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് കറക്റ്റ് ചെയ്ത് സ്പാർക്ക് എല്ലാം കാണുന്നുണ്ട്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ രാവിലെ മെനക്കെട്ട് വലിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു, സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ബോഡിയും കൂടി ഫിറ്റ് ചെയ്തതിന് ശേഷം
ആക്സിലേറ്റർ കൂട്ടി കാണിച്ചു തരാം. അപ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് നിങ്ങൾക്കൊക്കെ വന്നത്. കൂടുതൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചെയ്ത റിപ്പയറിങ് നിങ്ങൾ കണ്ടില്ലേ, വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വർക്ക് ചെയ്തതാണ്. ഇതേപോലെ തന്നെയാണ് പല ആളുകളും വിളിച്ചു പറയുന്നത്, വർക്ക് ചെയ്ത് വെച്ചതാണ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വർക്ക് ചെയ്ത് വെച്ചാണ് പിന്നെ സ്റ്റാർട്ട് ആവണില്ല എന്ന്. പക്ഷേ നമ്മൾ സംശയിക്കാത്ത ചില പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഒരിക്കലും പിന്നെ മനസ്സിൽ കരുതിയല്ല. ഇത്രയും പ്രശ്നം ഞാൻ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ക്ലിയർ ആകും എന്ന് ഓർത്താണ് ഞാനത് ചെയ്തത്. വർക്ക് സൈറ്റിൽ നിന്ന് ഞാനത് ചെയ്തു. അപ്പം ചെയ്യാനുള്ള നല്ലൊരു സൗകര്യം അത് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് സൈറ്റിൽ നിന്ന് ഞാൻ നേരെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്കൊക്കെ അറിയണമല്ലോ, നിങ്ങളൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് വർക്ക് സൈറ്റിൽ നിന്നിട്ട് ഞാൻ ഇങ്ങനെ വന്നത്. അപ്പം ചെയ്തത് എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടു, ആദ്യം ഞാൻ പിന്നെ ടാങ്കിലുള്ള ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. അത് കാരണം അതോടുകൂടി തീർന്ന് എനിക്ക് വർക്ക് തുടരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന്മേൽ നിൽക്കാത്തതുകൊണ്ടാണ് പിന്നെ വന്നിട്ട് എല്ലാം കാണിച്ചത്. അപ്പം ഫിൽറ്റർ ക്ലീൻ ചെയ്തു. അതേപോലെ തന്നെ ഈ കാർബുറേറ്ററിൽ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ കയറി വരുന്നതും അങ്ങോട്ട് ഓവർഫ്ലോ പോകുന്നതുമായിട്ടുള്ള പൈപ്പ് ചെക്ക് ചെയ്തു. അപ്പം കയറി വരുന്ന പൈപ്പിൽ ഒരു ചെറിയ ക്രാച്ച് ഉണ്ടായിരുന്നു, ഒരു പൊട്ടലുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിട്ടു. സ്റ്റാർട്ടായില്ല. പിന്നെ പ്ലഗ് ഞാൻ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ പിസ്റ്റൻ്റെ മുകളിലുള്ള കരി തുടച്ചു, സ്റ്റാർട്ടായില്ല. പിന്നെ ഉള്ള വർക്ക് എന്താ ചെയ്തത്, ഇഗ്നീഷ്യൻ കോയിൽ ക്ലീൻ ചെയ്യാണ് ചെയ്തത്. ആരെങ്കിലും മനസ്സിലുണ്ടാവുമോ അങ്ങനെ? നമ്മൾ നേരെ അത്രയ്ക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകും. അവർ മുഴുവൻ അയച്ചിട്ടൊരു ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ തരും. ആരും കുറ്റം പറയുന്നില്ല. അപ്പോൾ അവർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരും. നമ്മളെ അറിവില്ലായ്മയാണ് നമ്മളതിൽ നിന്ന് പൈസ പോകുന്നത്. അപ്പോൾ ഇനി ആരും ഈ ഒരു കംപ്ലയിൻറ്റ് ഇത്ര പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്തതിന് ശേഷം മാത്രം വർക്ക്ഷോപ്പിലേക്ക് പോവുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ എല്ലാവരും ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.